ഇറങ്ങ ഇറങ്ങ ഇറങ്ങ. ടിക്കറ്റ് തന്നെ. ആ ടിക്കറ്റ്. ഓ ടിക്കറ്റ് 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 പോയിതാ തോന്നുന്നത്. പോയോ? ആ നിങ്ങൾ പട്ടാമ്പിക്കല്ലേ ടിക്കറ്റ് എടുത്ത്? അതെ. അപ്പൊ പട്ടാമ്പി അല്ലേ ഇത്? പട്ടാമ്പിയോ? പട്ടാമ്പി കഴിഞ്ഞിട്ട് 10 കിലോമീറ്റർ ആയി. അയ്യോ ഇതിന് ഏതാ സ്ഥലം? ഞാൻ ഒന്നും ഉറങ്ങിപ്പോയി. ഇപ്പൊ എന്താ ഇനി ഒന്നും ചെയ്യാനില്ല. ഒരു 2:30 ഇങ്ങോട്ട് തന്നെ. അത് കൊള്ളാം. എന്നെ ഇവിടെ കൂടെ ഇറക്കിയതും പോലെ പിന്നെ കാശും ചോദിക്കണോ? ഇത് എവിടുത്തെ ചായാടോ? എനിക്ക് തിരിച്ച് അങ്ങോട്ട് വേണ്ട കാശ് ഇങ്ങോട്ട് തരാൻ വേണ്ടേ? അത് താനെടുത്തോ ഫ്രീ ആയിട്ട്. താൻ കേറ്. എന്താ കുഞ്ഞിരാമേട്ട ഒരു ഇളി? ഒന്നുമില്ല, എന്റെ ഫേസ് കട്ട് കണ്ടിട്ട് തന്നെ. എന്നാലും നിങ്ങളുടെ മുതൽ അത്ര ചന്തല്ല എനിക്ക്. ആ ചിരി കണ്ടാ പോരെ, കാക്ക തേങ്ങാപ്പൂൾ എടുത്ത പോലെ ഉണ്ട്. എളുത്തല്ലേ മുത്തുപൊഴി. ആ ഗോപാൽട്ടാ, ഈ വടം കുരങ്ങനും ഇവന്റെ ചക്കടാമേശനും ഈ കൊലായി എടുത്തു മാറ്റാത്തിടത്തോളം കാലം ഈ പീഡ കുണം പിടിക്കൂലെന്ന് നിങ്ങളെ ചങ്ങാതിയോട് ഒന്ന് പറയണം. നല്ല നാടൻ കായാണല്ലോ. കട തുറന്നേ ഉള്ളൂ കുഞ്ഞിരാമ, കൈനീട്ടം വിറ്റോട്ടെ. ആ കയ്യിലിട്ട് പിടിച്ചോ ഒരു സിസ്റ്റർ വരൂ. നല്ല വർക്കത്തുള്ള കഴിഞ്ഞിട്ടാ ഇന്നത്തെ കച്ചവടം പൊടി പഠിക്കും. കുഞ്ഞിരാമ, ഓ അത് പോക്കറ്റിലിട്. എന്നിട്ട് തൽക്കാലം ഒരു ബീഡി വലിക്ക. അതെ, അവൻ പറഞ്ഞേക്കണ്ട. നിങ്ങൾക്കറിയാലോ ഈ കൈ കൊണ്ട് അറിഞ്ഞ കല്യാണങ്ങൾ ഒന്നും മോശമായിട്ടില്ല. അതുകൊണ്ടല്ല കുഞ്ഞിരാമ, ഈ കൈനീട്ടം ഐശ്വര്യമുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങരുതെന്നാ. കൈനീട്ടം അലവലാദികളുടെ കയ്യിൽ നിന്ന് വാങ്ങാവൂ. എന്നാ പിന്നെ ഇയാളുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണം. എന്താ ചാത്തുട്ടി? 100 വെളിച്ചെണ്ണ തന്നെ ഗോപാലേട്ടാ. പെങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്റെ വീട് മണമ്പറ്റിയാ. അത് ശരി, അങ്ങനെ പറ്റേ. അല്ല അപ്പൊ ഇവിടെ ഇവിടെ ഭർത്താവിന്റെ വീടാ. കണ്ട കല്യാണം കഴിഞ്ഞാന്ന് പറഞ്ഞാ വിശ്വസിക്കേ ഇല്ല. അല്ല ഗോപാൽട്ട, നിങ്ങളെ ചങ്ങായിക്ക് ഇതുവരെ ഒന്നും ശരിയായില്ലേ? ഇല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണ് കിട്ടിയാ പോരല്ലോ അവന്. അത്ര എളുപ്പമല്ല സംഗതി. 3 കൊല്ലം ഞാൻ ഈ കേസും കൊണ്ട് നടന്നതുകൊണ്ട് പറയാ. ഞാൻ മാത്രല്ല, വേറെ ബ്രോക്കർമാരെ അടുത്ത് മൂപ്പര് ഫയലുണ്ടല്ലോ, പത്രത്തിലും കൊടുത്തു. എന്നിട്ട് എന്തായി? ഞങ്ങൾക്ക് യോജിച്ചതല്ലേ പറ്റൂ. ആളൊക്കുമ്പോ ജാതകം ചേരൂല, ജാതകം ചേരുമ്പോ പ്രായം ഒക്കൂല, പ്രായം ഒക്കുമ്പോ പൊക്കം പോരാ. എല്ലാം ഒത്തു കിട്ടണ്ടേ? ഞാൻ പറഞ്ഞതേ ഗോപാല ഒന്ന് വേഗം എടുത്ത് വെച്ചേട്ടോ. ആ ഞാൻ ഇപ്പൊ വരാം. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നേ, ചില വിട്ടുവീഴ്ചകളൊക്കെ വേണം. കാഴ്ചക്ക് ക്യാമറ ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രായോ 30 നമ്മളൊന്ന് പറയാന്നല്ലാണ്ട് കാണുന്നവർക്ക് തോന്നണ്ടേ? പിന്നെ ബിസിനസ് എന്നിട്ട് ഈ കട കാണിച്ചു കൊടുക്കാൻ പറ്റൂ? അത് നാട്ടുകാർക്ക് കടം കൊടുത്ത് മുടിഞ്ഞതാ. ഇനി ഒരു 50 രൂപ മുടക്കിയാൽ നല്ല ബിസിനസ് കിട്ടും. ഒരാലോചന ഒക്കെ കൊണ്ടുവരുമ്പോ അവരിതൊക്കെ നോക്കൂലല്ലേ ഗോപാലട്ട? പിന്നെ രാജ്യത്തിന് വേണ്ടി കൊടുത്താണെങ്കിലും കാലല്ലേ, പോയത് പോയില്ലേ? അതെ, ഇയാള് ചുമ്മാ ചണവണ വർത്താനൊന്നും പറയണ്ട. ഇതാണ് ഞങ്ങളുടെ ചെക്കൻ. അവന്റെ നിലയ്ക്കും വിലയ്ക്കും യോജിച്ചുണ്ടെങ്കിൽ മതി. അല്ലാതെ എല്ലാം മുടക്കാച്ചെടുക്കും ചെലവാക്കാന്ന് വിചാരിക്കണ്ട. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആ എവിടെ ആയിരുന്നു എത്ര നേരം? അല്ല ബസ് എടുത്ത് നോക്ക്. ഇപ്പൊ പവൻമാറ്റ് കേസൊരെണ്ണം വന്നു വിട്ടിട്ടുണ്ട്. തന്റെ പവമാറ്റും തങ്കവും പോകുമ്പോഴൊക്കെ ഞാൻ കുറെ കണ്ടതാ. ഇതൊന്നും അല്ലാന്ന്, ഒരു എമണ്ടം സാധനം നമ്മുടെ കൊന്ന പൂത്തിക്കുന്നുണ്ട്. അത് തന്നെ. 25 വയസ്സ് പ്രായം. SLC ബുക്ക് കാണിച്ചു തരും. ഒറ്റ മോള്, അച്ഛൻ മാത്രമേ ഉള്ളൂ. താൻ നമ്മുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു. അതല്ല, വേറെ ഒരു രസമുണ്ട്. പെൺകുട്ടിയുടെ അച്ഛനും ഒരു എക്സ്പെൽറ്ററിയാ. നമസ്കാരം. പറഞ്ഞു നാവെടുത്തില്ല. 100 ആയിസാ. 5 കിലോ അരി. ഇതെന്താ മൈൻഡ് ചെയ്യാതെ പോയത്? എന്നെ മനസ്സിലായില്ല തോന്നുന്നു. ഞാനൊന്ന് താനിപ്പോ അങ്ങോട്ട് പോകണ്ട. എന്തോ ഒരു ചൊറിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ തീപ്പെട്ടി എന്താ? ഇവിടെ ഇരുന്ന് തീപ്പെട്ടി. ഇവിടെ തീപ്പെട്ടി എടുക്കുന്നത് 10,000 പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാവിലെ ഒരു വീഡിയോ എത്തിക്കാൻ. വീഡിയോ വലിക്കണമെങ്കിൽ തീപ്പെട്ടി കാശ് കൊടുത്ത് വാങ്ങിക്കണം. മേലാളി ഈ തീപ്പെട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ചവിട്ടാ നീ നിന്റെ പണ്ടാര ചക്രം കൂടെ റോട്ടമ കിടക്കും. ഒന്നിനും ഒരു ഡിസിപ്ലിൻ ഇല്ല. അതുകൊണ്ടാണ് നീങ്ങ നന്നാവത്തെ. ഡാ, എന്തിനും ഒരു ചിട്ട വേണം. അത് പട്ടാളത്തിന് മാത്രം ഉണ്ടായ പോരാ. വിളക്ക് വെച്ചില്ല. ആ ഞാൻ പറടാ, ഗോപാലേട്ടൻ വേണമെന്ന് ചോദിക്കേ. നീ ഒന്ന് പറഞ്ഞോ.
ഇന്നലെ വയറിന് സുഖമില്ലാണ്ടായോ? ഉം. അല്ല രാവിലെ ഒരു ഇടത്തിരിച്ചില്. അല്ല ഗോപാലേട്ടാ, നമ്മളെ വീട്ടില് നമ്മൾ ഓരോന്നുണ്ടാക്കണ എന്തിനാ? ഉം, നമുക്ക് വേണ്ടിയല്ലേ? ഉം, കിഴക്കൂർത്ത് ഒരു അശോക ചെത്തി നല്ല കൊലയായിട്ട് അങ്ങനെ പൂത്ത് നിന്നിരുന്നതാ. ഉം. ഇപ്പൊ ഏതാണ്ട് ഷേവ് ചെയ്ത പോലെ ആയിന്നേ. എന്തു പറ്റി? മുഴുവൻ പറിച്ചെടുത്തു. ആര്? ഞാൻ തന്നെ. ആ, ആ, ആ. പിന്നെ നീ എന്തിനാ രാവിലെ മോഹം മുറിപ്പിച്ചിരിക്കണേ? അല്ല, നമ്മളായിട്ട് പറിച്ച് നശിപ്പിക്കുവോ? ഇതാ പഞ്ചായത്ത് ഓഫീസിന് പിന്നിലുള്ള ഏതോ ഒരു തള്ള മരിച്ചു. അവരുടെ കർമ്മത്തിന് ഭണ്ടാരടങ്ങാൻ പൂ വേണം. കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? മുഴുവൻ അങ്ങോട്ട് പറിച്ചു കൊടുത്തു. ഇനി ചെത്തിപ്പൂവില്ലാണ്ട് ചെത്ത തള്ള ജീവിച്ചു വരണ്ട. ഇതൊക്കെ ഒരു ആവശ്യല്ലേ? അത്യാവശ്യത്തിനുള്ളത് എല്ലാ വീട്ടിലും ആവാം. എല്ലാവർക്കും മുറ്റത്ത് മണ്ണുണ്ട്. ഒരു തുളസി, 2 ചെത്തി, ഒരു ചെമ്പരത്തി ഒന്നും കുഴിച്ചിട്ടാ ഒരു കുഴപ്പമുണ്ടാവില്ല. ഈ നാട്ടിൽ എന്ത് അടിയന്തരം ഉണ്ടായാലും മേലത്തൊരു സുധാകരനാര് സഹിക്കണം എന്ന് പറഞ്ഞാ ഇയാളെന്താ എവിടെ കണ്ടിരിഞ്ഞ് കളിക്കണേ? അതെ, ഒരാലോചന. എവിടെയാ വീടെന്ന് പറഞ്ഞേ? ഏർപ്പാള്. അതായത് ഈ പെണ്ണിന്റെ ഇയാളുടെ കേസൊന്നും നമുക്ക് ശരിയാവില്ല ഗോലട്ട. ഇതങ്ങനെ അല്ല, കേട്ടിടത്തോളം വലിയ കുഴപ്പമില്ല. അത് നമ്മുടെ മേനോ മാഷിന്റെ ചെറുമോളല്ലേ? അല്ല, പൂ തേങ്ങ. നീ ഇക്കാര്യം പറ. അത് ഗോലട്ടൻ തീരുമാനിക്കും. ഉം.